ഖിലാഫെ ഇപ്പം മെസ്സി എത്താൻ കുറച്ച് വൈകി ഈ വിമാനത്തിന്റെ ക്രമീകരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് വൈകിയാണ് എത്തിയതെങ്കിലും ഊഷ്മളമായ സ്വീകരണമാണ്. മെസ്സി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മണിക്കൂറോളം വൈകിയെങ്കിലും ആ ഒരു ആരാധക കൂട്ടത്തിന്റെ ആ ഒരു ആവേശം ഇന്ന് ഒരു തരത്തിലും മാറിയിട്ടില്ല. അവർ ആ കാത്തിരുന്ന നിമിഷത്തിന് വേണ്ടി അവർ 2 മണിക്കൂറുള്ള അതിൽ കൂടുതൽ സമയം ആ ഒരു അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നിലകൊള്ളും എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് ആരാധകർ കാത്തിരുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് മെസ്സി പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ ഒരു ഇന്ത്യയിലേക്കുള്ള സന്ദർശനം മെസ്സിക്ക് ഒരുപാട് ഇഷ്ടമായി. കൂടാതെ താരം ഉടൻ തന്നെ, അതായത് മറ്റൊരവസരത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്നും മെസ്സി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ICCയുടെ അധ്യക്ഷനായിട്ടുള്ള ജയ്ഷ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ 10ാം നമ്പർ ജേഴ്സി മെസ്സിക്ക് കൈമാറുകയും ഒപ്പം തന്നെ സ്വാരസിനെയും ഡീബോളിനെയും 9ഉം 7ഉം ജേഴ്സികളും ജയ്ഷ കൈമാറി. കൂടാതെ ഈ ഒരു ICC 2020 ലോകകപ്പ് അടുത്ത വർഷം വരാൻ പോവുകയാണ്. ആ ഒരു ടിക്കറ്റ്, അതായത് 2020 ലോകകപ്പിന്റെ ടിക്കറ്റ് വിതരണം മെസ്സിക്ക് നൽകിക്കൊണ്ട് ആ ഒരു ഉദ്ഘാടനം, ഔദ്യോഗിക ഉദ്ഘാടനം കൂടി ഇന്ന് നിർവഹിച്ചു. അമിത്ഷയും അതേപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള രേഖ ഗുപ്ത അടക്കമുള്ള ആളുകൾ ആ ഒരു ചടങ്ങിൽ എത്തിയിരുന്നു. കൂടാതെ മിനർവ അക്കാദമി, അതായത് യൂറോപ്പിൽ കുട്ടിത്താരങ്ങളുടെ കൗമാരത്താരങ്ങളുടെ ടൂർണമെന്റുകളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച, അതായത് പല രാജ്യങ്ങൾ, അർജന്റീന അടക്കമുള്ള രാജ്യങ്ങളെ തോൽപ്പിച്ച് കിരീടം നേടിയ ആ ഒരു മിനർവ അക്കാദമി താരങ്ങളെ മെസ്സി ആദരിച്ചു. അവരോടൊപ്പം പന്തൊക്കെ തട്ടുകയും കൂടാതെ അഭിസംബോധന, അതായത് മറ്റ് സ്റ്റേഡിയങ്ങൾ, അതായത് ഹൈദരാബാദും മുംബൈയും അതേപോലെ തന്നെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലോ അവരെ ആരാധകരെ അഭിസംബോധന ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് അഭിസംബോധന ചെയ്തു. അപ്പോഴാണ് മെസ്സി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്ന് അറിയിച്ചത്. കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായിരുന്നു മെസ്സിയും അതേപോലെ തന്നെ മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. വിമാനം, അതായത് മെസ്സിയുടെ വിമാനം വിഷപ്പുക കാരണം വൈകിയതോടെ മെസ്സിയെ കാണാതെ തന്നെ മോദി യാത്ര തിരിക്കുകയും ചെയ്തു. അതായത് 4 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശ പര്യടനത്തിലേക്ക് മോദിയെ പോവുകയും ചെയ്തു. എന്തായാലും ഏറെ, അതായത് ആരാധകർ ഏറെ പ്രതീക്ഷിച്ച 14 വർഷം